ദൃശ്യം 2 സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണിത്. സ്പോയിലർ ഉണ്ടായിരിക്കും, അതുകൊണ്ട് സിനിമ കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണുക. ദൃശ്യം സിനിമ കണ്ടു കഴിഞ്ഞത് മുതൽ അന്വേഷണ ബുദ്ധിയുള്ള പലരും ചിന്തിച്ചൊരു കാര്യമായിരിക്കും, ഒരിക്കലും പുറത്താകില്ല എന്ന് കരുതപ്പെടുന്ന ജോർജ് കുട്ടിയുടെ ആ രഹസ്യം ഏതൊക്കെ വിധത്തിൽ പുറത്തു കൊണ്ടുവരാം എന്നത്. ജോർജ് കുട്ടി പിടിക്കപ്പെടുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ജോർജ് കുട്ടിയുടെ ക്രിമിനൽ ബുദ്ധി അറിയാവുന്നതുകൊണ്ടും ആ രഹസ്യം പുറത്തായാൽ അതിൽ നിന്നും ജോർജ് കുട്ടി എങ്ങനെ രക്ഷപ്പെടും എന്നതിനെക്കുറിച്ചും പലരും ചിന്തിച്ചു കാണും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു ത്രില്ലർ സിനിമയായിരിക്കില്ല എന്ന് സംവിധായകൻ പറഞ്ഞപ്പോഴും ത്രില്ലർ തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ച് നമ്മൾ പ്രേക്ഷകർ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗമായ ദൃശ്യം 2 കാണാനിരുന്നത്. എത്രയൊക്കെ ഹൈപ്പ് കുറയ്ക്കാൻ ശ്രമിച്ചാലും ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ പ്രതീക്ഷയുടെ ഇത്തിരി അമിത ഭാരം ദൃശ്യം 2 മേൽ ഉണ്ടാകുന്നത് സ്വാഭാവികവുമാണ്. ആ ഭാരം താങ്ങാൻ ദൃശ്യം 2 കഴിഞ്ഞോ എന്നതിനെക്കുറിച്ചാണ് ഇത്തവണത്തെ മല്ലു അനലിസ്റ്റ്. ജോർജ് കുട്ടിയും അയാളുടെ ചില സ്വഭാവ സവിശേഷതകളുമാണ് ദൃശ്യം സിനിമയുടെ നട്ടെല്ല്. വളരെ കാൽക്കുലേറ്റീവായ, കണ്ണിംഗ് ആയ, പ്രതിസന്ധികളിൽ തളർന്നു പോകാത്ത, ക്രിമിനൽ മൈൻഡുള്ള, അതേസമയം സാധാരണക്കാരനും കുടുംബസ്നേഹിയുമായ ജോർജ് കുട്ടിയെ നമുക്ക് പരിചയമുണ്ട്. ഇതേ സ്വഭാവ സവിശേഷതകൾ ഒട്ടും ചോർന്നു പോകാതെ ദൃശ്യം 2 കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ കാൽക്കുലേറ്റീവായ, തന്റെ കുടുംബത്തിന് മുന്നിൽ പോലും അഭിനയിക്കാൻ കഴിയുന്ന, അതേസമയം ആർദ്രമായ ഒരു മനസ്സുള്ള ജോർജ് കുട്ടിയെ ദൃശ്യം 2 നമുക്ക് കാണാൻ കഴിയും. എഫക്റ്റീവായ ഒരു രണ്ടാം ഭാഗം എഴുതിയുണ്ടാക്കുക എന്നത് ദൃശ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം മൃതദേഹം പോലീസ് കണ്ടെത്തുന്നു എന്നൊരൊറ്റ കോൺഫ്ലിക്റ്റേ ഈ കഥയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൂ. അതിൽ നിന്നും ജോർജ് കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ, കഴിയുമെങ്കിൽ എങ്ങനെ എന്നത് മാത്രമേ സിനിമയിൽ ത്രില്ലർ രീതിയിൽ വിഷയമാവുകയുള്ളൂ. അതായത് ദൃശ്യം 1 ഫാമിലി ഡ്രാമയിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു ത്രില്ലർ എലമെന്റ് കൊണ്ടുവരാനുള്ള സ്കോപ്പ് ദൃശ്യം 2 മറ്റൊന്ന്, ദൃശ്യം 1 സാധാരണക്കാരനായ ജോർജ് കുട്ടി ഒരു അസാധാരണ മനുഷ്യനാണ് എന്ന തിരിച്ചറിവാണ് നമ്മളെ ഞെട്ടിപ്പിച്ചത്. ദൃശ്യം 2 ആ ഞെട്ടലിനും സാധ്യതയില്ല. ദൃശ്യം 2 ഒരേ ഒരു സാധ്യത ആ അസാധാരണത്വത്തെ ഏത് ലെവൽ വരെ കൊണ്ടുപോകാൻ കഴിയും എന്നതാണ്. ദൃശ്യം 1 വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വലിയ പരിമിതികൾ തന്നെയാണ്. ഈ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ സംവിധായകന് കഴിഞ്ഞോ എന്നതാണ് ചോദ്യം. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ദൃശ്യത്തിന്റെ അത്രയ്ക്കില്ലെങ്കിലും നേരത്തെ പറഞ്ഞ പരിമിതികൾ വെച്ച് നോക്കിയാൽ സിനിമയുടെ ത്രെഡ് ആൻഡ് തിരക്കഥ എന്നെ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്തത്. സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ തന്നെ ത്രില്ലിംഗ് എലമെന്റ്സ് കൊണ്ടുവരാനും പ്രേക്ഷകരെ എൻഗേജ്ഡ് ആക്കാനും തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സംവിധാനത്തിൽ സിനിമ പലയിടത്തും പാളിയതായാണ് തോന്നിയത്. ദൃശ്യം 2 സിനിമയെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്ന ഒരു പോയിന്റ് ജോർജ് കുട്ടിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രീ പ്ലാനിംഗ് ആണ്. ദൃശ്യം 1 അവിചാരിതമായി സംഭവിച്ച ഒരു അപകടത്തിൽപ്പെട്ട ജോർജ് കുട്ടി ഇമീഡിയറ്റായി തീരുമാനങ്ങൾ എടുത്ത് എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതാണ് കാണിച്ചത്. അത് പോസ്റ്റ് പ്ലാനിംഗ് ആണ്. പക്ഷേ ഇവിടുത്തെ പ്രീ പ്ലാനിംഗ് കൺവിൻസിംഗ് ആകുന്നത് ദൃശ്യം 1 ജോർജ് കുട്ടിയുടെ സ്വഭാവവും പോസ്റ്റ് പ്ലാനിങ്ങും നമുക്കറിയാവുന്നത് കൊണ്ടാണ്. സിനിമയിലെ മറ്റൊരു പോസിറ്റീവായി എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന സംഭവങ്ങൾക്കെല്ലാം ഒരു കണക്ഷൻ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതുമാത്രമല്ല ജോർജ് കുട്ടിയുടെ തയ്യാറെടുപ്പുകൾ ജോർജ് കുട്ടിയുടെ പാഷനുമായി ഒത്തുപോകുന്ന ഒന്നുമായി കണക്ട് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചതും നന്നായി വന്നിട്ടുണ്ട്. ജോർജ് കുട്ടിയുടെ അസാധാരണത്വം കാണിക്കുമ്പോഴും അയാൾ ഒരു സാധാരണക്കാരനാണ് എന്ന് കാണിക്കുന്ന സീനുകളും സിനിമയിലുണ്ട്. തനിക്ക് അറിയാത്ത കാര്യങ്ങൾ, തനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ തന്റെ ക്രിമിനൽ ബുദ്ധിക്ക് സഹായകമാകാൻ കഴിയുന്ന മറ്റൊരാളെ കൊണ്ട്, അതായത് ഒരു എഴുത്തുകാരനെ കൊണ്ട് നേടിയെടുക്കുന്നതൊക്കെ വളരെ നല്ലൊരു തോട്ടാണ്. അതേസമയം തന്റെ അടുത്ത് താമസിക്കുന്ന അയൽക്കാർ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നിടത്ത് ജോർജ് കുട്ടിയിലെ സാധാരണക്കാരനെയും കാണാം. ഇത്രയും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും താൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളിലെ അൺസർട്ടനിറ്റി അറിയാവുന്നത് കൊണ്ട് പിടിക്കപ്പെട്ടു എന്നറിയുമ്പോൾ ജോർജ് കുട്ടി വല്ലാതെ ഞെട്ടുന്നതായി കാണിക്കുന്നതും നന്നായിട്ടുണ്ട്. ഇത്രയൊക്കെ പറയുമ്പോഴും തിരക്കഥ പെർഫെക്റ്റ് അല്ല എന്ന് തോന്നുന്നതിനുള്ള കാരണങ്ങൾ പറയാം. ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അത്ര കൺവിൻസിംഗ് ആയില്ല എന്നതാണ് ഒന്ന്. ഉദാഹരണത്തിന് DNA ടെസ്റ്റിന് വേണ്ടി വെച്ച സാമ്പിൾ അവിടെ നിന്ന് മാറ്റുന്നതൊക്കെ പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ സിനിമയിൽ പറയുന്നത് പോലെ സിനിമയായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരും. പോലീസ് സീൽ വെച്ച ഒരു സാമ്പിൾ സാധാരണക്കാരന് മാറ്റാൻ കഴിയുന്നതും അത് മാറ്റിയത് തിരിച്ചറിയാൻ വേണ്ടപ്പെട്ടവർക്ക് കഴിയാതെ പോകുന്നതുമൊക്കെ സത്യത്തിൽ അപ്രായോഗികമാണ് എന്നാണ് ഇതിനെപ്പറ്റി ധാരണയുള്ള ചിലർ പറഞ്ഞത്. അഞ്ചാം പാതിരയിലെ ബോഡി എക്സ്ചേഞ്ച് എങ്ങനെ കല്ലുകടിയായി തോന്നിയോ അങ്ങനെ തന്നെയാണ് ഇതും. എന്നാൽ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്ത നമ്മളെപ്പോലുള്ളവർക്ക് ഇതൊരു വലിയ പ്രശ്നമായി തോന്നണമെന്നുമില്ല. ഇനി നമുക്ക് സംവിധാനത്തിലേക്ക് വരാം. പ്രേക്ഷകരുടെ പ്രതീക്ഷയെ നന്നായി കുറയ്ക്കുന്ന തരത്തിലുള്ള ആദ്യ പകുതിയാണ് സിനിമയുടേത്. ഒരു ദുരന്തത്തിന് ശേഷമുള്ള ട്രോമയെയൊക്കെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് നല്ലൊരു അറ്റംപ്റ്റായി തോന്നിയെങ്കിലും മേക്കിംഗ് നിലവാരം ചിലയിടങ്ങളിലൊക്കെ ഒരു സീരിയലിനെ ഓർമ്മിപ്പിക്കും വിധമായി പോയി. കുടുംബാംഗങ്ങളുടെ കെമിസ്ട്രിയിലും അച്ചടി ഭാഷയിലുള്ള സംസാര രീതിയിലും റാണി എന്ന കഥാപാത്രത്തിന്റെ വേഷവിധാനത്തിൽ പോലും ദൃശ്യം എന്ന സിനിമയിലെ വളരെ ഓർഗാനിക്കായ രീതി ഇതിൽ കൈമോശം വന്നല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൃത്രിമത്വം ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂം, മേക്കപ്പ്, ഡയലോഗ്സ് എന്നിവയിലൊക്കെ യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു രീതിയാണ് മലയാള സിനിമയിൽ പൊതുവെ കണ്ടുവരാറുള്ളതും മറ്റ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ സിനിമകളിൽ നിന്നും മലയാളത്തെ വ്യത്യസ്തമാക്കുന്നതും. ഇവിടെ അത് മിസ് ചെയ്തതുപോലെ തോന്നി. മീനയുടെ കഥാപാത്രം ഉറക്കമെണീറ്റ് വരുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോൾ പോലും ഉടയാത്ത സാരിയും പ്രൊഫഷണൽ മേക്കപ്പും ഒക്കെ ഇട്ടിരിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ്. തുടക്കത്തിൽ നന്നായി വന്നെങ്കിലും ഓട്ടോക്കാരെ പിന്നീട് പലയിടത്തും പ്ലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായി ഉപയോഗിച്ചത് വളരെ കൃത്രിമമായി തോന്നി.
ജോർജ് കുട്ടിയുടെ ജീവിതം ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം, ആ ഇൻഫർമേഷൻ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് കഥാപാത്രങ്ങളെ പോലെയാണ് അവർ അനുഭവപ്പെട്ടത്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ചില മെയിൻ ആർട്ടിസ്റ്റുകളുടെയും പ്രകടനം ബിലോ ആവറേജ് ആയി തോന്നി. അത് അവരുടെ മാത്രം കുഴപ്പമായി തോന്നിയില്ല. ഡയലോഗ്സ് അത്രമാത്രം കൃത്രിമമായിരുന്നു. ചില അഭിനേതാക്കൾ ആ ഒരു പരിമിതിയെ അവരുടെ കഴിവുകൊണ്ട് മറികടന്നുവെന്ന് മാത്രം. BGM പലയിടങ്ങളിലും 2000-കളിലെ മലയാള സിനിമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. സിനിമയിൽ പലയിടത്തും ബ്ലോക്കിംഗ്, സ്റ്റേജിംഗ്, എഡിറ്റിംഗ് ഒക്കെ സീരിയൽ പ്രേക്ഷകരെ മുന്നിൽ കണ്ടു ചെയ്തതുപോലെയാണ് തോന്നിയത്. DC ബുക്സ് പബ്ലിഷ് ചെയ്ത ജിത്തു ജോസഫിന്റെ ദൃശ്യത്തിന്റെയും മെമ്മറീസിന്റെയും തിരക്കഥ ഞാൻ വായിച്ചിരുന്നു. അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: ഒരു സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തിരക്കഥയാണ്. എഡിറ്റ് ചെയ്ത് ചെത്തി മിനുക്കിയെടുത്ത നല്ല തിരക്കഥയുണ്ടെങ്കിൽ സാമാന്യ വിവരമുള്ള ആർക്കും സംവിധാനം ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരക്കഥയ്ക്ക് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന്റെ സിനിമകളിലും കാണാം. പക്ഷേ കൂടുതൽ എക്സ്പോഷർ കിട്ടിവരുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു അപ്രോച്ചിലുള്ള സിനിമകൾ ഇനിയുള്ള കാലങ്ങളിൽ അത്രത്തോളം ഫലപ്രദമാകുമെന്ന് തോന്നുന്നില്ല. ഇനി അഭിനയത്തിലേക്ക് വന്നാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അച്ചടി ഭാഷയിലുള്ള അല്ലെങ്കിൽ എഴുത്തു ഭാഷയിലുള്ള ഡയലോഗുകൾ അഭിനയത്തെ ബാധിക്കുന്നുണ്ട് എന്നൊരു പരിമിതി ഉണ്ടെങ്കിലും പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തവരെല്ലാം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് സിനിമകളിലായി നമ്മൾ മിസ് ചെയ്ത പഴയ മോഹൻലാലിലേക്കുള്ള ഒരു തിരിച്ചുവരവ് പൂർണ്ണമായി അല്ലെങ്കിൽ പോലും ഇതിൽ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ദൃശ്യം 1 ആയാലും 2 ആയാലും ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നഗ്നത പുറത്തു കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ആക്രമിക്കാൻ കഴിയുന്നതും, സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി അയാളെ കൊല്ലേണ്ടി വന്നിട്ടും പുറത്തു പറയാൻ പേടിക്കുന്നതും, പുറത്തറിഞ്ഞാലുള്ള നാണക്കേടും അപകടവും ഭയന്ന് ജീവിതകാലം മുഴുവൻ ട്രോമയിൽ ജീവിക്കേണ്ടി വരുന്നതും നമുക്കെല്ലാം ഇപ്പോഴും വളരെ നോർമലായ കാര്യമാണെന്നതുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അത് വളരെ നോർമലാണെന്നും നാണക്കേടിനെ ട്രോമയേക്കാൾ ഭയക്കണമെന്നുമാണ് നമ്മളും നമ്മുടെ പെൺകുട്ടികളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നതും പേടിപ്പെടുത്തുന്ന ഒരു വസ്തുത കൂടിയാണ്. സിനിമ കാണുമ്പോഴെല്ലാം ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല എന്നതാണ് അതിന്റെ തെളിവും. മൊത്തത്തിൽ സംവിധാനത്തിലെ പോരായ്മകൾ മാറ്റി നിർത്തിയാൽ, തിരക്കഥയെ വല്ലാണ്ട് ചൂഴ്ന്നൊന്നും നോക്കാൻ പോയില്ലെങ്കിൽ ത്രില്ലിംഗ് ആയ, എൻഗേജിംഗ് ആയ നല്ലൊരു സീക്വൽ തന്നെയാണ് ദൃശ്യം 2. എന്താണ് ദൃശ്യം 2 സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.